ജനത്തെ സംബന്ധിച്ച് അവന്റെ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കാൻ കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും അവസരം തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 വർഷത്തോളമായി ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് നോക്കൂ, ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു, ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുന്നു, വെൽഫെയർ സ്കീമുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു, അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുന്നു. മൊത്തത്തിലൊരു ഗ്ലൂം ഇവിടെ ഉണ്ട് എന്നിരിക്കെ ജനങ്ങൾക്ക് ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയാൻ കൈനീട്ടി ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. അപ്പൊ അതൊരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളിപ്പോ ഇന്ത്യയെ വീണ്ടെടുക്കുമെന്ന ഒറ്റ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇത് ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കും. രാജ്യത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ രാജ്യം. അതേപോലെ തന്നെ ഈ എംപിമാർ കഴിഞ്ഞ 5 വർഷം തങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി വിലയിരുത്തപ്പെടും. കാരണം ഒരു രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പെടും. നമുക്കറിയാം, ഈ രാജ്യം നിലനിൽക്കണമോ എന്ന ഗൗരവമായ ചോദ്യം ചർച്ച ചെയ്യുമ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളെല്ലാം ഇന്ത്യ എന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ രാജ്യത്തെ തകർക്കുന്ന തരത്തിൽ തന്നെയാണ്. ഇപ്പൊ 2 ദിവസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരെ ഓടിച്ച് തല്ലി കൊല്ലണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന രൂപത്തിലുള്ള വാചകങ്ങൾ തന്നെയാണ്. സ്ത്രീകളോട് നിങ്ങളുടെ കെട്ടുതാലി വരെ ഇവർ വീതം വെച്ചെടുക്കും, നിങ്ങളുടെ സ്വർണ്ണ പണ്ടങ്ങളെല്ലാം വീതം വെച്ച് കൊണ്ടുപോകും എന്ന് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറയാൻ കഴിയുമോ? അത്തരത്തിൽ അങ്ങേയറ്റം എല്ലാ സീമകളും ലംഘിച്ച് തെരഞ്ഞെടുപ്പ് അഴിമതി, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്സിന്റെ വകുപ്പുകളെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ കമാ എന്നൊരക്ഷരം ഉരിയാടുന്നില്ല. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴും വലിയ വിധിന്യായം ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, എംപിമാരുടെ പ്രവർത്തനം, കഴിഞ്ഞ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ ഇടപെടൽ, അവരുടെ ഫണ്ട് വിനിയോഗം, അതിൽ വ്യക്തിപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, സമൂഹത്തിന്റെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം ചർച്ചയാകും. അതുപോലെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷത്തെ അല്ല, കഴിഞ്ഞ 8 വർഷത്തെ കാര്യങ്ങൾ ചർച്ചയാകും. കാരണം പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ഇപ്പൊ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. ആ പെൻഷൻ ഈ ഗവൺമെന്റ് വരുമ്പോൾ എത്രയായിരുന്നു, ഇപ്പോൾ എത്രയാണ്? ഈ 8 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവ്, ഈ വിതരണത്തിൽ കാലതാമസം വരാനുണ്ടായിട്ടുള്ള കാരണം, അത് എത്ര തവണ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി? പിണറായി വിജയൻ 2.0 വരുന്ന സമയത്തെ പെൻഷൻ 1600, ഇപ്പോഴും 1600. അതെ, ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇല്ല, ഈ ഗവൺമെന്റ് 1ാം പിണറായി സർക്കാർ വരുമ്പോൾ 600-ൽ നിന്നാണ് 1600 മാറിയത്. 1000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താലും കേരളത്തിലെ ജനതയ്ക്ക്, രാജ്യത്തെ ജനതയ്ക്ക് ഇടതുപക്ഷം നടത്തിയ ഇടപെടലുകൾ അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്തുമ്പോഴും എല്ലാവരും ചോദിച്ചല്ലോ, എങ്ങനെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും? ഏറ്റവും ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് 16,310 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ് കൊടുക്കണമെന്നാ പറഞ്ഞത്. അന്ന് വരെ പ്രതിപക്ഷം പറഞ്ഞത് ഒരൊറ്റ പൈസ പോലും കടമെടുക്കാനുള്ള ഒരു അവസ്ഥയില്ല, അനുവദിക്കില്ല എന്നാ. അപ്പോ അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ പറഞ്ഞു, അത് കിട്ടാനുള്ളതല്ലേ, കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചപ്പോഴും ബില്ലുകൾ ഒപ്പിടാതെ വന്നപ്പോഴും അങ്ങനെ സുപ്രീം കോടതി പോകാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങൾ നിരവധി ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള മനസ്സ്, അതിനുള്ള പോരാട്ട വീറ്, ഡൽഹിയിൽ പോയി സമരം നടത്താൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഗവൺമെന്റിന് ധൈര്യം വന്നോ? ആ ധൈര്യം വന്നല്ലോ. ഈ കേരളത്തിലെ ഗവൺമെന്റിന് ധൈര്യം വന്നേ. ആ പ്രഖ്യാപനം വന്നപ്പോഴല്ലേ കർണാടകം പോയി അതിന് തയ്യാറായത്. ഇപ്പൊ കേരളം നിയമ പോരാട്ടം നടത്തിയപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നിയമ പോരാട്ടം നടത്തുകയല്ലേ. ജനങ്ങൾ ഇതിനെ വാച്ച് ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം ഈ സംസ്ഥാനത്തെ ജനങ്ങളോടൊപ്പം നിന്നത് ആരാണ്? ഈ സംസ്ഥാനത്തെ ഉറ്റിക്കൊടുത്തത് ആരാണ്? പ്രസ്താവന കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഈ കേരളത്തിന്റെ ഒപ്പം നിൽക്കാത്തവരാരൊക്കെയാണ്? അത് ചർച്ച ചെയ്യും. എംപിമാരുടെ യോഗം വിളിച്ച് എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി നിവേദനം കൊടുക്കുന്ന സമയത്ത് വരെ ഓടി ഒളിച്ചവർ ആരൊക്കെ? ഇന്ത്യൻ പാർലമെന്റിൽ ഈ കേരളത്തിന് വേണ്ടി ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയവർ ആരൊക്കെ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമ്പോൾ ഇടതുപക്ഷത്തിന് ഗംഭീരമായിട്ടുള്ള മുൻതൂക്കവും വിജയവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ശരി, ഓക്കെ.